കാളും നീ വലിയതാ നിനക്ക് ആരാധന 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 യേശുവേ ആരാധന 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 തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ ആരാധന 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 യേശുവേ ആരാധന 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 എൻ പ്രേമഗീതമാ എന്നേശു നാദ നീ എൻ പ്രേമഗീതമാ എന്നേശു നാദ നീ എൻ ജീവനേ കാളും നീ വലിയ എൻ ജീവനേ കാളും നീ വലിയതാ നിനക്ക് ആരാധന 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 യേശുവേ ആരാധന 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 യേശുവേ ആരാധന ആരാധന താങ്ക് യു ലോർഡ് തുല്യം ചൊല്ലുവാൻ ആരുമില്ല അങ്ങെപ്പോലെ സ്നേഹിച്ചിടുവാൻ മറ്റാരുമില്ല അങ്ങനെ ഒരു നായകനെ ഹല്ലേലൂയ നമുക്ക് ലഭിച്ചിരിക്കെ ഇന്ന് ആ പ്രഭാതത്തിൽ നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ നാമത്തിന് മഹത്വം കരേറ്റുവാനായി നിന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം നിന്നെ സ്തുതിപ്പാനായി നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വന്നിരിക്കുന്നു. ഞങ്ങൾ കുറവുകളുള്ളവരാണപ്പാ. മാനുഷികമായ എല്ലാ ബലഹീനതകളും പലപ്പോഴും വാക്കുകളിൽ, പ്രവൃത്തികളിൽ, ചിന്തകളിലോ നോട്ടങ്ങളിലോ
ഹൃദയവിചാരങ്ങളിലോ ഇരിപ്പിലോ കിടപ്പിലോ നിൽപ്പിലോ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പാ, മനഃപൂർവ്വമായി ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ എല്ലാ തരങ്ങളും ചലിക്കട്ടെ. എല്ലാ കണ്ണുകളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവിടുത്തേക്ക് ഹല്ലേലൂയ നാമത്തിന് തക്ക മഹത്വം കരേറ്റുവാനായി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവേ, നിന്നെ ആരാധിപ്പാൻ ആവശ്യമായ എല്ലാ ദൈവകൃപയും ഞങ്ങളുടെ മേൽ പകരണമെന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ലതും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ പാദപീഠത്തിലേക്ക് നിന്റെ മക്കളാകുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. പ്രശ്നകലുഷിതമായ ഓരോ ദിനവും കടന്നു പോകുന്നപ്പ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ വഴി നടത്തി പരിപാലിക്കുന്ന സൂക്ഷിക്കുന്ന നല്ല വിധങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം അപ്പച്ചൻ്റെ വിശ്വസ്തത നാഥ ഞങ്ങൾക്ക് പരിചയവും പലകയുമായിരുന്നു. വന്നു ഭവിക്കാമായിരുന്ന ആപത്തുകളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്ന്, രോഗദുഃഖാദികളിൽ നിന്ന് സ്വർഗം ഞങ്ങളെ വിടുവിച്ചല്ലോ. എണ്ണത്തിലൊന്നും പോലും കുറയാതെ യാതൊരുവിധ ആപത്തുകൾക്കും അനർത്ഥങ്ങൾക്കും ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തെ സ്തുതിക്കുകയാണ്. നാഥ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ തിരുമുൽ കാഴ്ചകളുമായി ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ നാമത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, അവിടുത്തേക്ക് സുഗ്രാഹ്യമായ ഒരു യാഗമർപ്പിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുകൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളുടെ പാട്ട് പ്രാർത്ഥന എല്ലാം അവിടുത്തേക്ക് പ്രസാദകരമായി തീരണം. തവ എല്ലാ ജനത്തിനോട് കൂട്ടിവരുന്ന കൃപകൾക്കായി സ്തോത്രം. വഴിയാത്രയിലായിരിക്കുന്ന വേഗത്തിൽ കൂട്ടിവരുത്തിയാട്ടെ. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ നൽകും. ഞങ്ങളുടെ കൊയർ ടീമിനായി പ്രാർത്ഥിക്കുന്നു. ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. ആത്മാവിൽ പാടുവാനും ആരാധിപ്പാനും സ്വർഗ്ഗം ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചട്ടെ. ഹല്ലേലൂയ. പുറത്ത് ജീവിക്കുന്നവന്മാരുടെ കാവലുണ്ടാകണം. അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പ്രവർത്തിക്കണം. ദൈവത്തിന്റെ ആത്മാവിനെ ചെയ്തിരിക്കാൻ സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കണം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രശ്നകലുഷിതമായ ഒരു പകൽ കൂടെ നമുക്ക് ദാനം ചെയ്ത ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് മനോഹരമായ ഭക്തന്മാർ എഴുതിയ പാട്ടുകൾ പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. ഉണർന്നു ഘോഷിപ്പാൻ സ്വന്തജനമേ, ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയട്ടെ. ഉണർന്നു ഘോഷിപ്പിൻ സ്വന്തജനമേ, ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയട്ടെ. കാലപൂർണ്ണത്തിൽ കിടന്ന നാളിൽ പരന്റെ വാഗ്ദത്തം സ്തുതിപ്പിൻ ദൈവജനമേ, സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ. വിളിച്ചവരുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധവംശം. വിളിച്ചവരുടെ ഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തതാം വിശുദ്ധവംശം. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ ജയത്തിൻ ഘോഷങ്ങൾ മുഴക്കിടാം. ജയപ്രഭുവിന്റെ കൃപ ലഭിച്ചതാ ജയത്തിൻ ഘോഷങ്ങൾ
ദൈവജനമേ സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനർപ്പമേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനർപ്പമേ മനം മറക്കുമോ പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധനുടെ പരമസംഗമേ പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധനുടെ പരമസംഗമേ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ കൃപയിൽ ആത്മാവിൽ നിറയ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ കൃപയിൽ ആത്മാവിൽ നിറയ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവനെന്നും നടത്തിടും പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവനെന്നും വംശമേ ജയപ്രഭുവിന്റെ കൃപതവേ സദാ ജയത്തിൻ ഘോഷങ്ങൾ ജയപ്രഭുവിന്റെ കൃപതവേ സദാ ജയത്തിൻ ഘോഷങ്ങൾ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതികളിന്മേൽ പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധനുടെ പരമസംഗമേ പരന്റെ സ്നേഹത്താൽ പരം പ്രകാശിക്കും പരിശുദ്ധനുടെ പരമസംഗമേ കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു കരങ്ങളിൽ നമ്മെ വഹിക്കുന്നു ദിനം തോറും ഭാരങ്ങൾ ചുമക്കുന്നു സ്തുതിപ്പിൻ ദൈവജനമേ സ്തുതികളിന്മേൽ വസിക്കും പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ അനൽപമേ മനം മറക്കുമോ കൃപയിൽ ആത്മാവിൽ നിറയ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ കൃപയിൽ ആത്മാവിൽ നിറയ നമ്മുടെ ദുരിതങ്ങൾ ഹിമം പോലെ അലിയട്ടെ പരമവിളിയുടെ വിരുദിനായി നമ്മെ വിളിച്ചവരെന്നും നടത്തിടും പരമവിളിയുടെ വിരുദിനായി നമ്മെ
സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ ശ്രുതികളെന്നെ വസിക്കും പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കണേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കണേ മനം മറക്കുമോ ഉണർന്നു ഘോഷിപ്പിൻ സ്വന്ത ജനമേ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയട്ടെ ഉണർന്നു ഘോഷിപ്പിൻ സ്വന്ത ജനമേ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു കവിയട്ടെ പാപകൂപത്തിൽ കിടന്ന നാളിനെ അവന്റെ വാഗ്ദത്തം പാപകൂപത്തിൽ കിടന്ന നാളിനെ അവന്റെ സ്തുതിപ്പിൻ ദൈവജനമേ ശ്രുതികളെന്നെ വസിക്കും പ്രിയനേ അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കണേ മനം അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കണേ മനം മറക്കുമോ അനുദിനം അവൻ ചെയ്ത നന്മകൾ മറക്കണേ മനം അനുദിനം അവൻ ചെയ്ത Praise the Lord. സ്തോത്രം 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 സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. നിഗൃഹീതമായ വിശുദ്ധ പ്രഭാതത്തിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് തന്നെ ഒരു പ്രഭാതവും കൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം തന്നു. എത്രയോ ആയിരങ്ങളിൽ ലോകത്തിന് മണ്ണ് വഴിയായി മാറ്റപ്പെട്ടു. എത്രയോ പേർ ആസ്പത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവ് നമ്മെ ആരോഗ്യത്തോടെ ബലത്തോടെ ദൈവകൃപയോടെ ഓരോ ദിവസവും വഴി നടത്തി പരിപാലിക്കുന്നല്ലോ. ഈ പ്രഭാതത്തിൽ പാട്ടുകാരനോട് ചേർന്നു സ്തുതിപ്പിൻ സ്തുതിപ്പിൻ ദൈവജനമേ. ദൈവമക്കൾ ദൈവത്തെ ആരാധിപ്പാനുള്ളവരാണ്. സ്തോത്രം. അവനെ ആരാധിക്കുവാൻ കർത്താവ് നമുക്കൊരു സാവകാശം തന്നല്ലോ. നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കൃപ, വലിയ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. തുടർന്ന് നല്ല പാട്ടുകൾ ലഭിക്കണം. അനുഗ്രഹീത സങ്കീർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, സാക്ഷിവചനങ്ങള്, ദൈവവചന ചിന്തകൾ തന്ന ഇന്ന് പകലിലെ ആരാധന നമ്മുടെ ദൈവത്തിലെ ഏറ്റവും സുഗ്രാഹ്യമായ ഒരു യാഗമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പകൽ വലിയ ദൈവാത്മ പ്രവൃത്തി വെളിപ്പെടുവാൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുവാൻ നമുക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. യൂത്തിന്റെ ഭാഗത്ത് നിന്ന്
പ്രിയ ഹല്ലേലൂയ സുബിൻ പ്രാർത്ഥിക്കും. സഹോദരന്മാരുടെ ഭാഗത്ത് പ്രിയ വത്സമാമ്മയും സഹോദരന്മാരുടെ ഭാഗത്ത് പ്രിയ ബ്രദർ സാജു ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. നമുക്ക് ഒരുമിച്ച് വലിയവനായ ദൈവത്തെ ഇന്ന് പ്രഭാതത്തിൽ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സുബിൻ പ്രാർത്ഥിച്ചാട്ടെ. Let's pray. Dear most loving Jesus, I praise and thank you for this time that again life, Lord. As your word say, one of us gather, name is present, Lord. We strongly believe that you are in midst among us, Lord Jesus, our Father. Thank you for the blessing that you given in each and every one of us life, Lord Jesus, our Father. Through this whole week, Lord, you kept us safe and sound, Lord. It's not just because of our might, Lord. It's just because of your grace and mercy, Lord. We are sitting here, Lord, singing and praise unto your mighty name, Lord Jesus, our Father. Thank you for the blessing that in your life, Lord. Especially pray from the infant till the eldest member of our church, Lord. Let your mighty hands be over to each and every one of us, Lord Jesus, our Father, that we can be filled with the Holy Spirit, that we can sing and praise unto your mighty name, Lord Jesus, our Father. That we can be really happy for the good deeds which you have done throughout our life, Lord Jesus, our Father. Thank you for the blessing that you give life, Lord. Especially pray for Pastor, Lord, as he's leading the meeting, Lord. Let your mighty hands be over to him, Lord Jesus, our Father, that he can lead the meeting in a wonderful way, Lord Jesus, our Father. Especially pray for our choir, Lord Jesus, our Father, that we all can be filled in the Holy Spirit and we can sing and praise unto your mighty name, Lord Jesus, our Father. Especially pray for the psalms reading which is going to take place, Lord. Let your mighty hands be over to the meeting, Lord Jesus, our Father. I pray for the testimonies which you're going to hear, Lord Jesus, our Father. Yes, Lord, when we're going to hear the testimonies, Lord Jesus, our Father, that it can be pleasing unto your life, Lord, that we can be really happy for the good deeds which you have done in our life, Lord Jesus, our Father. Especially pray for the sermon which you're going to hear, Lord Jesus, our Father, that we can be able to grasp it, Lord Jesus, our Father, for this whole week, Lord Jesus, our Father. Thank you for the blessing that you give life, Lord. Especially pray for the ones who are on their way, Lord Jesus, our Father, that they can reach us safely, Lord Jesus, our Father. I pray for the ones who are not feeling well, Lord, the ones who are sick, Lord Jesus, our Father. Let your mighty hands be over to the Lord. Cleanse them with your holy hand, Lord Jesus, our Father, that they can be a testimony, Lord, when we're going to leave this church, Lord, that we can really feel the Spirit, Lord Jesus, our Father. Once somebody, each and everyone, in your mighty hands, Lord. Hear our prayer, Lord Jesus, our Father. Thank you for the blessing that, Lord. Especially also pray for the meeting which is going to take place after our worship, Lord Jesus, our Father, that it can be pleasing unto life, Lord Jesus, our Father. Once somebody, each and everyone, in your mighty hands, Lord. Hear our prayer, Lord Jesus, our Father. Once in the name of Jesus, I pray, Amen. Hallelujah, hallelujah, hallelujah. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പാൽക്കാലത്തിനാട്ട് തന്നെയോടെ സ്തോത്രം ചെയ്തു. താവേ, ഞങ്ങൾക്ക് താവേ സഭയായിട്ട് ഉയർപ്പിൻ പാൽക്കാലം ഒന്നിച്ച് കടന്നു വരുവാൻ തക്കോണം കർത്താവ് ഞങ്ങളെ സഹായിച്ചവൾക്കാട്ട് തന്നെയോടെ സ്തോത്രം. കർത്താവെ, സഭ ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് പട്ടണത്തിൽ കർത്താവെ നിർത്തിയിരിക്കുന്ന കൃപകൾക്കാട്ട് തന്നെയോടെ സ്തോത്രം. കർത്താവെ, ദൂരത്തു നിന്നും ചാരത്തു നിന്നും ഒക്കെ ഏറെ ആവലോടെ ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വന്നിരിക്കുന്നു. ആരാധിപ്പാൻ തക്കോണം ഞങ്ങളെ ബലപ്പെടുത്തുമാറാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആത്മാവിലെയും ജഡത്തിലെയും സകല കൺവെൻഷവും നീക്കി ഹല്ലേലൂയ ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാരും ആരാധിപ്പാൻ തക്കണം ഞങ്ങൾക്ക് കൃപ തരുമാറാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിനന്തിയോടെ സ്തോത്രം സ്തോത്രം. കർത്താവെ, ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നേ ദിവസം വരെ ഞങ്ങളെ അത്ഭുതകരമായിട്ട് പരിപാലിച്ചു. ഞങ്ങളെ എണ്ണത്തിലൊന്നുപോലും കുറഞ്ഞു പോകാതെ കർത്താവ് പരിപാലിച്ച നല്ല കൃപകൾക്കാട് അതോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ വിദേശത്തായിരിക്കുന്നവർ, നാട്ടിലായിരിക്കുന്നവർ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാരെയും എല്ലാം ഞങ്ങൾ നന്ദിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് വലിയ ഹല്ലേലൂയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും വിടുതലിനും കാരണമാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഭർത്താവേ, പ്രൈസ് ആൻഡ് വർഷിപ്പ് ചെയ്യാൻ തക്കണം കുഞ്ഞുങ്ങളെ സഹായിച്ചു. നല്ല സങ്കീർത്തനങ്ങളെ തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സാക്ഷ്യങ്ങൾ പ്രബോധനങ്ങളെല്ലാം തന്ന് കർത്താവ് ഞങ്ങളെ മാനിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഷ്ടലോകത്ത് ജീവിക്കുവാൻ ആവശ്യമായ സ്വർഗീയ കൃപ ഹല്ലേലൂയ ഞങ്ങൾ ഓരോരുത്തരും എവിടെയായിരുന്നാലും ഹല്ലേലൂയ ഞങ്ങൾക്ക് എല്ലാവർക്കും തരുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആത്മീയ ബന്ധത്തിനായിട്ട് ഹല്ലേലൂയ ദൈവസ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയിൽ കർത്താവെ സ്തോത്രം ഹല്ലേലൂയ ദൈവസ്നേഹം ദൈവസാന്നിധ്യം ഒന്നുകൂടെ രുചിച്ചറിയുവാൻ തക്കണം ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. സംസാരിപ്പാൻ തക്കണം ദൈവദാസന്റെ കരങ്ങളിലെടുത്ത് ബലപ്പെടുത്തുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തക്കണം കർത്താവ് കൃപ ചെയ്യുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പ്രാവശ്യം കൂടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവെ ദൈവകൃപയിൽ വളരുവാൻ, ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവെ അവരുടെ ഭാവികളൊക്കെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയെ മുറ്റുമായിട്ട് കരങ്ങൾ
കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ. കടന്നു വന്നവരെല്ലാം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ടു പോകാൻ കർത്താവ് സഹായിക്കണേ. കടന്നു വരുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നവർ തക്ക സമയത്ത് കൂട്ടി വരുത്തണം. രോഗത്താലോ പ്രയാസത്താലോ ഡ്യൂട്ടിയിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നവരോടൊപ്പം കർത്താവ് അവരെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഗ്രഹിക്കുമാറാടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിയോടെ സ്തോത്ര ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാ ആരാധന കൂട്ടങ്ങളെയും കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ സ്തോത്രം. സ്വാതന്ത്ര്യമില്ലാത്തവർക്കാണ് സ്തോത്രം. ജയിലറുകളിലായിരിക്കുന്നവർക്കാണ് സ്തോത്രം. അവരുടെയൊക്കെ ആരാധന അനുഗ്രഹമായി തീരാൻ കർത്താവ് സഹായിക്കണേ. ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പാ സ്തോത്രം. കർത്താവെ യോഹന്നാനെ അങ്ങയുടെ മാർവോട് ചാരിയിരുന്ന പോലെ അങ്ങയുടെ മാർവോട് ചാരിയിരുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതാന്ത്യം വരെ കർത്താവെ ചിലവഴിപ്പാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപയുടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെതിരായിട്ട് പോരാടുന്ന സകല പോരാട്ടങ്ങളെയും കർത്താവ് ശാസിച്ച് ദൈവജനത്തെ കർത്താവെ ജയത്തോടെ നടത്തുമാറാടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെല്ലാം കേട്ടതിനാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. സഭയെ മുറ്റുമായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭ അനുഗ്രഹമായി തീരുവാനൊക്കെയാണ് കർത്താവ് സഹായിക്കണം. എല്ലാ ആവശ്യങ്ങളിലും കൂടെ സഹായിക്കുമാറാടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെട്ട സ്വർഗത്തിൻ്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തിക്കാട്ടെ. എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം സ്തോത്രം സ്തോത്രം. ചോദിച്ചേരിയതമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. വരവിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളെ ഒരുക്കണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തോട് കേൾക്കുമാറാണമേ. ആമേൻ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറിവിൽ ഞങ്ങളെ മറച്ചുകൊള്ളുന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ഹാലയിൽ ഞങ്ങൾ ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഇന്നത്തെ ആരാധനയെങ്കിൽ ഹാലിൽ ദൈവികമായ അനുഗ്രഹങ്ങളും വലിയ അത്ഭുതങ്ങളും നടക്കുവാൻ തക്കോണം ഇടയാക്കുമാറാകണമേ. ഹാലേലിയ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ തക്കോണം സഹായിക്കുമാറാകണം. ആരാധനയുടെ നടുവിൽ ജീവനുള്ള ദൈവം ഹാലി ഇറങ്ങി വന്ന് ദൈവിക മഹത്വത്തെ പ്രദർശിപ്പിക്കുന്നതായ ഒരവസരമാക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പം ഹാലയിൽ ഇന്ന് നടക്കുന്ന എല്ലാ ആത്മീക ശുശ്രൂഷകളെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, നല്ല സാക്ഷ്യങ്ങളെ നൽകുമാറാകണമേ. നല്ല ആത്മീയ ഗീതങ്ങൾ പാടി മഹത്വപ്പെടുത്തുവാൻ സഹായിക്കുമാറാകണമേ. ഹാലി നല്ല തിരുവചന ഭാഗങ്ങളെ ഞങ്ങളെ കേൾപ്പിക്കുമാറാകണമേ. ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളുടെ അഭിഷിക്ത ദാസനെ സഹായിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യാത്രയിലായിരുന്ന പ്രിയപ്പെട്ടവരെല്ലാം സൗഖ്യത്തോടെ കൂട്ടിവരുത്തിയതിനായി സ്തുതിക്കുന്നപ്പം ഹാലയിലെ പ്രിയാസക്കങ്ങളോടും അമ്മമ്മയോടും ചേർന്ന് ഒരു ആരാധന കൂടെ നൽകി തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുകയാണ്. ആരാധനയ്ക്ക് ശേഷം നടക്കുന്ന ഫെയർവെൽ മീറ്റിങ്ങിനായി സ്തോത്രം. എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധനയിൽ പങ്കെടുക്കുന്ന സകല വ്യക്തികളെയും കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം അവരുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിച്ചിറങ്ങുമാറാകട്ടെ കർത്താവേ. അത്യുന്നതനായവൻ്റെ ശക്തി അനുഭവിച്ചറിയുന്ന പകൽക്കാലമാക്കി സ്വർഗം തീർക്കുമാറാകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാവ് ദർശിച്ചതുപോലെ ദൈവിക മഹത്വമാലയത്തിൻ്റെ മീതെ ദർശിപ്പാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികളിലൂടെ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ജീവിതങ്ങളിൽ ചൈതന്യം വെളിപ്പെട്ട് വരുമാറാകട്ടെ കർത്താവേ. ജീവനും വിശുദ്ധിയുമുള്ള ആരാധനയായി സ്വന്തം ശരീരങ്ങളെ അർപ്പിക്കുന്ന ഒരു പകൽക്കാലമായി തീരുമാറാകട്ടെ. കടന്നു വന്ന ഏവരെയും സ്വർഗത്തിലെ ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങളുടെ നടുവിൽ പുതുതായി കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ദൈവസ്ഥാനത്തിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 92 സങ്കീർത്തനം സാംസ് 92 വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവസാനത്തെ 2 വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. സാംസ് 92. We can read responsively. Psalms 92. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും രാവിലെ നിന്റെ ദയയെയും രാത്രിതോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലത്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. ദുഷ്ടൻ പുല്ല് പോലെ മുളയ്ക്കുന്നതും
നീതികേട് പ്രവർത്തിക്കുന്നവരൊക്കെയും തഴയ്ക്കുന്നതും എന്നേക്കും നശിച്ചു പോകാതിരിക്കേണ്ടതിനാകുന്നു, നശിച്ചു പോകേണ്ടതിനാകുന്നു. യഹോവേ, ഇതാ നിന്റെ ശത്രുക്കൾ നശിച്ചു പോകുന്നു. നീതികേട് പ്രവർത്തിക്കുന്ന ഏവരും ചിതറിപ്പോകും. എന്റെ കണ്ണിന്റെ ശത്രുക്കളെ കണ്ടും എന്റെ ചെവി എന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മിയെ കുറിച്ചും കേട്ടും രസിക്കും. യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. അവർ കുത്തിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. യഹോവ നേരുള്ളവൻ, അവന്റെ പാറ, അവന് നീതികേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ. നമ്മുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു പകൽ കൂടെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മറ്റൊരാളുടെയും സഹായം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാനായി ഈ ആലയത്തിലേക്ക് നമ്മെ കൂട്ടിവരുത്തിയ ദൈവം സ്തോത്രം. അവന്റെ സന്നിധിയിൽ ഈ പകൽക്കാലം നാം ആയിരിക്കുന്നു. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തുതിക്കുവാൻ ദൂതന്മാർ ആരാധിക്കുന്ന, പ്രകൃതിയെ ആരാധിക്കുന്ന ദൈവത്തെ നമുക്ക് സ്തുതിപ്പാൻ സർവബലത്തോടും ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. പാടും ഞാൻ പരമേശനു സദതം, എന്റെ പാപമെല്ലാം പോക്കിയതാൽ പാടും ഞാൻ പരമേശനു സദതം. ആശീർവാദമൊക്കെയും ലഭിച്ചിടുവാൻ ആർത്തിക്കൊണ്ടു സാധ്യം
परमेश्वर का वचन इस प्रकार कहता है, कैस्ट ऑल योर एंग्जाइटी अपॉन हिम बिकॉज ही केयर्स फॉर यू। आमेन। हो सकता है तुम्हारे दोस्त तुम्हें नहीं जानते हो सकता है तुम्हारे घर वाले तुम्हें नहीं जानते हो, लेकिन परमेश्वर ही वो एक जिंदा खुदा है जो तुम्हें जानता है। हालेलुया। हमें जानने वाला सिर्फ एक ही परमेश्वर है, हमारे बोझ को उठाने वाला सिर्फ एक ही खुदा है। आमेन जीसस। സുഖമുള്ള എല്ലാ കാലത്തും കണ്ണുനീർ എല്ലാ നേരത്തും നമ്മെ നന്നായി അറിയുന്നവൻ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു.
आए उस खुदा के सामने, खुदा के सामने। ईश्वर के पिता प्रभु में आपकी सन्निधि में आते हैं खुदावन, हालेलुया। ये सुंदर समय तूने हमें प्रदान दिया, इसलिए आपको बहुत बहुत धन्यवाद खुदावन, हालेलुया। तूने सहायता किया, तूने मदद किया खुदावन, हालेलुया। तेरे गीतों के द्वारा आराधना करने के लिए प्रभु, हालेलुया। तेरे वचन के थ्रू प्रभु हमें प्रभु अच्छा प्रभु मैसेज देना खुदावन, हालेलुया। प्रभु जो तो हमसे प्रभु बात करना चाहता है प्रभु, अपने पासवान के थ्रू प्रभु हमसे बात कर खुदावन। सारी परेशानियों को, सारी मुसीबतों को तेरे सामने रखने के लिए तुम्हें मदद कर खुदावन, हालेलुया। इसलिए हम आपसे प्रार्थना करते हैं जितने लोग आपके सन्निधि में आए खुदावन, हालेलुया, सबको तेरे हाथों में कपास सौंपते हैं खुदावन। सारी परेशानी तेरे सामने रखने पाए खुदावन, हालेलुया। सारी कमियां प्रभु, सारी दिक्कतें प्रभु, सब कुछ तेरे हाथों में रखते हैं खुदावन। तुम मदद कर प्रभु, हमें प्रभु आत्मा और अभिषेक से प्रभु भर देना खुदावन, हालेलुया। आपके वचन से प्रभु हमसे बातचीत कर खुदावन, हालेलुया। सारे लोगों को तेरे हाथों में सौंपते, जो लोग प्रभु अभी प्रभु आने वाले हैं खुदावन, हालेलुया, उन सबको प्रभु सुरक्षित पहुंचाना खुदावन, हालेलुया। आगे के प्रभु सारे कार्यकारों को तेरे हाथों में सौंपते हुए यीशु मसीह के नाम मांगते, सुनो, ग्रहण कर पिता। आमीन। Praise the Lord. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതവും വിലപ്പെട്ടതുമായ വിശുദ്ധ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്തൃപാദപീഠത്തിലേക്ക് ഒരുമിച്ച് വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ നമ്മുടെ രക്ഷയായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും അറിവുള്ളതുപോലെ പ്രിയ ഐസകങ്ങളോടും വിൽസമാൻ്റെയോടും ചേർന്നുള്ള നമ്മുടെ ഒഫീഷ്യലി അവസാനത്തെ ആരാധനയാണ്. എന്നാൽ അത് തീർത്തും അവസാനത്തെന്ന് പറയുകയല്ല, മറിച്ച് ഡൽഹിയിൽ അവരിനിയും കടന്നു വരേണ്ട ഒത്തിരി ആവശ്യങ്ങളുണ്ട്. അവരുടെ ബന്ധങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ആ സമയങ്ങളിലെല്ലാം നമ്മോട് തന്നെയാണ് കൂട്ടായ്മ ആചരിക്കുക. എങ്കിലും ഒഫീഷ്യലി ഇന്ന് പകൽക്കാലം ഒരു സെൻഡ് ഓഫ് മീറ്റിംഗ് നാം ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിവുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആരാധനയുടെ ക്രമീകരണം സങ്കീർത്തനത്തിന് ശേഷമായിട്ട് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് ഹല്ലേലൂയ പറയും. ശേഷമായിട്ട് അത്യാവശ്യമായി പ്രാർത്ഥനാ വിഷയങ്ങൾ ഓർപ്പിക്കുവാനുണ്ടെങ്കിൽ അത് ഓർപ്പിക്കുക. അതിന് ശേഷമായിട്ട് പ്രാർത്ഥിച്ച് സ്തോത്ര കാഴ്ചയെടുത്ത് നമ്മൾ അവസാനിപ്പിക്കും. ശേഷമായിട്ട് കൃത്യം 11:30 മണി മുതൽ നമ്മുടെ സെൻഡ് ഓഫ് മീറ്റിംഗ് നടക്കുമെന്ന കാര്യം ഓർപ്പിക്കുന്നു. പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വരുവാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒത്തിരി പേര് ഉണ്ടെങ്കിലും വളരെ ബുദ്ധിയോടെ അങ്കിളും ആൻറ്റിയും കൈകാര്യം ചെയ്തു. അവരവരുടെ ചർച്ചകളിൽ ചെന്ന് അവരെയൊക്കെ കണ്ട് അവിടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് വന്നതുകൊണ്ട് ആ ഒരു വീട്, കാരണം ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവരവർ വളരെ ബുദ്ധിയോടെ മാസങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തായിരിക്കണം. അതങ്ങനെ നടന്നതുകൊണ്ട് നമുക്ക് സ്തോത്രം ആ ഒരു കാര്യം ഒഴിവായി. എങ്കിലും അത്യാവശ്യം ആ സന്ദർഭങ്ങളിൽ അതാത് സഭകളിൽ ഇല്ലാതെ പോയവർ അവിടെ കടന്നു വരും. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദിവസത്തിലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വായിച്ചത് 92-ാം സങ്കീർത്തനമാണ്. 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയെ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാതിർത്തം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചായിരുന്നു, ഞാനിങ്ങനെ സ്തോത്രം എന്ന് പറയുമ്പോൾ മാത്രമേ നിങ്ങൾ പറയത്തുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അത് അങ്ങ് ഒരു കാലത്ത് നമ്മുടെ പ്രായമുള്ളവരൊക്കെ, കുഞ്ഞുങ്ങളൊന്നും അല്ല, പ്രായമുള്ളവരൊക്കെ വന്നിരിക്കുമ്പോൾ മുതൽ എന്ത് ചെയ്യും? അതുണ്ടായിരുന്നു. അതറിയാം, നമുക്ക് പറയേണ്ടതാണെന്ന്. പക്ഷെ എന്ത് ചെയ്യത്തില്ല. എന്താ സങ്കീർത്തനക്കാരൻ പറയുന്നത്? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അവന്റെ നാമത്തെ കീർത്തിക്കുന്നതും. അപ്പോൾ ഒന്ന്, നാം ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ മുതൽ എന്ത് ചെയ്യണം? ഇത് ദൈവത്തിന് കൊടുക്കുവാനുള്ളതാണ്. അതൊക്കെ ഇല്ലാതെ വരുമ്പോൾ, ഒരുപക്ഷെ ഇന്നലെ ട്രാഫിക് ജാമിൽ പെട്ടവരൊക്കെ അല്ലേ, യാത്ര ചെയ്ത ഒത്തിരി ട്രാഫിക് ജാമിൽ പെട്ടവർ ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാഫിക് ജാമിൽ പെടുമ്പോൾ വണ്ടികളൊക്കെ നേരെ വരുമ്പോൾ സ്വോത്രം 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 അപ്പോൾ പറയാനുള്ളതല്ലത് അല്ലേ. 2 വീലർ പോകുന്നൊരു വണ്ടി ചെളിയിലൊക്കെ ചാടി ഒന്ന്, അല്ല കുഴി ചാടി ഒന്ന് വീഴാം, സ്വോത്രം സ്വോത്രം അപ്പോൾ പറയാനുള്ളതല്ലെന്നേ. ചിലർക്കെല്ലാം വിഷയം സ്വോത്രം വരുന്നത് എപ്പോഴാ? അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു സാധനമാണ് സ്വോത്രം എന്നാ. അങ്ങനെ ആകരുതോ?
വചനം പറയുന്നത് ആ 3 വാക്യം കണ്ടിന്യൂസ് ആയിട്ട് നാം വായിക്കണം. ഒന്ന്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നത്, അത്യുന്നതനായുള്ളവൻ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദിത്രം കൊണ്ടും വീണ കൊണ്ടും ഗംഭീര സ്വരം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഒന്ന് അതൊക്കെ അണ്ടർലൈൻ ചെയ്യണം. ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും അവന്റെ ദയയെയും രാത്രി തോറും വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും നല്ലതാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നല്ല ഒരു കാര്യം സങ്കീർത്തനക്കാരനോട് ഉപദേശിക്കുകയാ. എന്ത് ചെയ്യണം? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. ദൈവമക്കളെ, നമുക്ക് തോന്നും, അല്ലേ, നമുക്ക് തോന്നും ഇപ്പൊ ഞാൻ എല്ലാവരും കിടന്ന് കൂട്ട കയ്യടി, അതിന്റെ കൂട്ടത്തിൽ ഞാൻ അടിച്ചില്ല, ഇപ്പൊ എന്നെ കുഴപ്പമിരിക്കുന്നേ. ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ നമുക്ക് 2 ഗിറ്റാറുണ്ടോ? പിന്നെ എത്ര സ്ട്രിങ്സ് ഉണ്ട് അതിനകത്ത്? 6 വീതം. 6 വീതം സ്ട്രിങ്സേ അതിനകത്തുള്ളൂ. ആ 6ഉം ഗിറ്റാർ പാടി നമുക്ക് നോക്കിയപ്പോൾ 3-4-5 കമ്പി വലിച്ചു കെട്ടിയേക്കുന്ന പോലെ തോന്നിയേക്കുന്നത്. പക്ഷേ അവർക്കറിയാം അത് ഇവരുടെ വിരലുകൾ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഈ കുഷ്ഠരോഗികളുടെ, അല്ലേ? അതിനകത്ത് അവർ പിടിക്കുന്നത് ആ ഓരോ കോഡും പിടിച്ച് അവിടെ പ്ലേ ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ശബ്ദങ്ങളെ പുറപ്പെടുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ പ്രൊസ്പെക്ടറാണ് അദ്ദേഹം, കേരളത്തിൽ. VD തോമസ് എന്ന പേര്. മുന്നേ ഒന്ന് കട്ട് ചെയ്തേക്കണേ, ഞാൻ ജസ്റ്റ് കള്ളമല്ല പറയുന്നത് കാണിക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ഞങ്ങൾ ആരക്കുന്നത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം കോളേജിൽ പഠിച്ച സമയത്ത്, മണക്കാലിൽ പഠിച്ച സമയത്തെല്ലാം നന്നായിട്ട് ഗിറ്റാർ പ്ലേ ചെയ്യും, അതിപ്പോഴും ചെയ്യും. ഈ മനുഷ്യന് ഞങ്ങളോട് എനിക്ക് പറഞ്ഞു തോന്നുന്നു, പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ സ്വർഗീയ പിതാവ്, ഈ ഒരു പിടുത്തം അരികിൽ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല, മൊത്തം ഗിറ്റാർ സാധനമൊന്നും ഇല്ല കയ്യിൽ, പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഇതാകുന്ന മനസ്സ് മുഴുവനും ഇതിനകത്ത് കിടക്കുക. അതുകൊണ്ട് സ്വർഗീയ പിതാവ് അനുഗ്രഹീതമായ നല്ല ഇതെല്ലാം ഇങ്ങനെ വിരലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പല പ്രാവശ്യം പിടിച്ചു നിർത്താൻ നോക്കിയിരുന്നു, പക്ഷെ പുള്ളി ഇതിലങ്ങ് എന്താ മനസ്സ് ലയിച്ചങ്ങ് പോയിക്കോ. പറഞ്ഞതിൻ്റെ സാരം ദൈവത്തിന് സ്തോത്രം. ഇവിടെ എപ്പോഴാ ഇത് ചെയ്യേണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, രാവിലെ തോറും നിന്റെ ദയയെയും രാത്രി തോറും വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലത്. അപ്പോൾ ഏതാ ഈ 10 കമ്പിയുള്ള ഒരു വാദിത്രം കൊണ്ടാ ദൈവം നമ്മെ ഇങ്ങ് വിട്ടേക്കുന്നത്. ഈ 10 കമ്പിയുള്ള വാദിത്രം നമ്മുടെ കൈവശം തന്നിട്ടുണ്ട്. ഇതെന്ത് ചെയ്യണം? അല്ലേ? എനിക്ക് തോന്നി ഇതെല്ലാണ്ട് കൂട്ടി അടിയടിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നത്തില്ല. പക്ഷേ ആ സൃഷ്ടിച്ചവന് ഇതിൻ്റെതായിരിക്കുന്ന ശബ്ദം തിരിച്ചറിയുവാൻ കഴിയും. എൻ്റെ നിങ്ങളെ കൈവശം ഏൽപ്പിച്ചിരിക്കുന്ന ഹല്ലേലൂയ, നിനക്ക് ഒരുപക്ഷെ ഡ്രംസ് അടിക്കാൻ അറിയത്തില്ലായിരിക്കാം, ഗിറ്റാർ വായിക്കാൻ അറിയത്തില്ലായിരിക്കാം, കീബോർഡ് വായിക്കാൻ അറിയത്തില്ലായിരിക്കാം, ഹല്ലേലൂയ ടാപ്പ് ബോക്സ് കൊട്ടുവാൻ അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഒന്ന് കൈയടിക്കുമെങ്കിൽ ഇതിന്റെ വാദിത്രം കൊണ്ട് എൻ്റെ ദൈവം മഹത്വം എടുക്കുന്നവനാ. ഈ ഒരു ഉപകരണം നിന്റെ കയ്യിൽ തന്നതിൽ എൻ്റെ കർത്താവ് ദുഃഖിക്കത്തില്ല. എപ്പോഴെല്ലാം രാവിലെ തന്നെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം? ദയയെ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദയ എവിടെ ഇരിക്കുന്നുണ്ട്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിക്കൻ ബോക്സ് ആയിരുന്നു, കുഞ്ഞിന് സൗഖ്യം കൊടുത്ത് ക്ഷമത്തോട് കൂട്ടി വരുത്തി. ദൈവത്തിൻ്റെ ദയ എന്ന് പറയുന്നത് എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരിക്കേ, നമുക്കെല്ലാവരും കൃപ എന്താണെന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റും. എന്താ കൃപയെന്ന് പറയുന്നത്? ദൈവത്തിന്റെ ദാനമാ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ദാനത്തെ കൃപയെന്ന് പറയുമ്പോൾ, ദയ എന്ന് പറയുന്നത് എന്തുവാ ദയ? അർഹത ഉണ്ടായിരുന്നിട്ടും അർഹതപ്പെട്ടിട്ടും നമുക്ക് തരാതിരിക്കുന്നതാ ദയ. ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? സംഭവം എന്താണെന്നറിയാമോ? അബദ്ധത്തിൽ ഞാനൊരു മനുഷ്യനെ ഒന്ന് ഉപദ്രവിച്ചു, പക്ഷെ അദ്ദേഹം മരിച്ചു.
എൻ്റെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതാ. പക്ഷേ കൊല്ലുക എന്നുള്ള ഉദ്ദേശം എനിക്കില്ലായിരുന്നു. പക്ഷെ ആള് മരിച്ചു. റെഡ് ഹാൻഡ് എന്നെ പിടിക്കപ്പെട്ടു. ഉപകരണത്തോടുകൂടെ, ഞാൻ അവനെ കൊല്ലുവാൻ ഉപയോഗിച്ച ആ ഉപകരണത്തോടുകൂടെ എന്നെ പിടിച്ചു. തെളിവ് സഹിതം കോടതിയിൽ ഹാജരാക്കി. കീഴ്ക്കോടതി എന്നെ ഇന്ത്യൻ നിയമം അനുസരിച്ച് തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അബദ്ധത്തിൽ ചെയ്തു പോയതാ. ഞാനൊരു ഹർജി കൊടുത്തു ഹൈക്കോർട്ടിലേക്ക്. ഹൈക്കോർട്ടും എന്നെ തള്ളി. രക്ഷയില്ല, തെളിവുകളെല്ലാം നിനക്ക് എതിരാണ്, അതുകൊണ്ട് തൂക്കുകയറ് തന്നെ കൊടുത്തു. ഞാൻ നല്ലൊരു വക്കീലിനെ കണ്ടിട്ട് നേരെ സുപ്രീം കോർട്ടിൽ വന്നു. സുപ്രീം കോർട്ടിലും ശക്തമായി പ്രതിഭാഗം വക്കീൽ വാദിച്ചു, ഇവൻ ഇങ്ങനെ കുറ്റം ചെയ്തതാ, അതുകൊണ്ട് ഇവന് തൂക്കുകയറ് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സുപ്രീം കോടതിയും വിധിച്ചു. ഏറ്റവും ഒടുവിൽ എൻ്റെ മുൻപിൽ ഒറ്റ വഴിയേ ഉള്ളൂ. എന്തുവാ? പ്രസിഡന്റിന്റെ ദയാഹർജി. അദ്ദേഹത്തിന് ദയ തോന്നിയാൽ മാത്രമേ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ ചെന്നു. എനിക്കൊരു ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ മാത്രമാണ് ആകെ കൂടെ അവരുടെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് എന്നെ കൈവിടരുത് എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ വീണ് കരയുവാനിടയായിത്തീർന്നു. അദ്ദേഹത്തിന് എന്നോട് ദയ തോന്നി. അദ്ദേഹം എന്നോട് ദയ തോന്നി പറഞ്ഞു, ഇവന്റെ തൂക്കുകയർ മാറ്റിയിരിക്കുന്നു, പകരം ജീവപര്യന്തമായി ശിക്ഷ കുറച്ചു. അപ്പോൾ അർഹത ഉണ്ടായിരുന്നു. എന്തിന്? തൂക്കിക്കൊല്ലുവാൻ അർഹതയുണ്ട്, തെറ്റുണ്ട്, തെളിവുണ്ട്. പക്ഷേ ആ പ്രസിഡന്റിന് എന്നോട് തോന്നിയ ദയയാണ് ഞാനിന്ന് പകൽക്കാലം ജീവനോടെ ഇരിക്കുന്നത്. അതുകൊണ്ടാ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, രാവിലെ തോറും അവന്റെ ദയ ഒന്ന് ഓർക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയ ഇന്നലെ ശവസംസ്കാരം നടത്തിയ സിസ്റ്ററിന്റെ ഭവനത്തിൽ കടന്നു പോകുവാനിടയായി. ബുധനാഴ്ചയാണല്ലോ മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ കടന്നു നിന്നു. അവിടുത്തെ ശുശ്രൂഷയിൽ ഞാൻ അവരോട് ഓർപ്പിച്ചു മരണത്തെ. കാരണം ഒറ്റ വർഷം തികയുന്നതിന് മുൻപേ 3 മരണമാണ് നടന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ അവിടുത്തെ പിതാവ് മരിച്ചു, ഈ ജൂണിൽ മാതാവ് മരിച്ചു, ഇപ്പോൾ ഓഗസ്റ്റിൽ ആ സഹോദരിയും മരിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇതെങ്ങനെ സഹിക്കുവാൻ കഴിയും എന്നുള്ളത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ സഹോദരൻ പിന്നെ ശേഷം ആരോടും മിണ്ടിയിട്ടില്ല, ആരുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. വളരെ പ്രയാസത്തോടെ അദ്ദേഹം കടന്നു പോവുകയാണ്. അപ്പോൾ ഞാനോട് ഓർപ്പിച്ചൊരു കാര്യമുണ്ട്, സഹോദരൻ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലെങ്കിൽ പൊതുജനത്തോട് ഞാനോട് ശുശ്രൂഷിക്കുവാൻ കിട്ടിയ സമയം ഞാൻ പറഞ്ഞു, ആ പിതാവും മാതാവും ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഈ സഹോദരി മരിച്ചതെങ്കിലോ? ഓർഡറായിട്ട് അവരെ 2 പേരെയും ഈ ശാരീരിക പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ ഒരുപാട് പ്രാവശ്യം ആ സഹോദരിയെ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ചിരിച്ചുകൊണ്ട് മാത്രമല്ലാതെ അവരോട് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഒരു പ്രൈസിലോട് പറയുമ്പോൾ പോലും, വെറുതെ നിൽക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് പുഞ്ചിരിക്കുന്ന ഒരു മുഖത്തോടെയാണ് അവരെ കണ്ടിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഞാനതോടെ പറയുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, അവരെ 2 പേരെ, മാതാവിനെയും പിതാവിനെയും തൻ്റെ ശാരീരിക പ്രതിസന്ധിയുടെ നടുവിൽ ശുശ്രൂഷിച്ചതിന് ശേഷമാണ്, കാരണം 1-2 വർഷമല്ല, ദീർഘമായ 10 വർഷമായി അവർ ക്യാൻസർ രോഗത്തിന് അടിമയായിട്ട് നമ്മൾ 3 വർഷമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറയുന്നതിൻ്റെ സാരം, ദൈവമക്കളെ സ്തോത്രം, ഓരോ ദിവസവും ഞാൻ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ സ്വന്തം കാലിൽ ഒന്ന് നിന്ന് നോക്കും. സ്തോത്രം, കാലിന് കുഴപ്പമില്ലല്ലോ, എൻ്റെ ദൈവത്തിൻ്റെ ദയക്കായി സ്തോത്രം ചെയ്യും. ആരോഗ്യത്തോടെ ഓടുവാൻ സമയം പോകുന്നെന്ന് തോന്നുമ്പോൾ വേഗത്തിൽ കാര്യങ്ങളെ ചെയ്യുവാൻ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടല്ലോ. ആ ദൈവത്തിന്റെ ദയ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ തിരക്കേറിയ പട്ടണം, സപ്പോസ് ഇന്നലത്തെ കാര്യം തന്നെ, അടക്കവും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി 1.25 മണിക്കൂറിന് ശേഷമാണ്, 1.25 മണിക്കൂർ എടുത്തു 1/4 കിലോമീറ്റർ പോലും ഇല്ലാത്ത ബത്രയുടെ മുൻപിൽ നിന്ന് ആ ജംഗ്ഷൻ വരെ ഒന്ന് എത്തുവാൻ. 1.25 മണിക്കൂർ. എങ്ങോട്ടാ വണ്ടി ഓടിക്കേണ്ടെന്നറിയില്ല. അതുപോലെ
വാഹനങ്ങൾ തിങ്ങി ബമ്പർ ടു ബമ്പർ മുട്ടി നിൽക്കുക, ഡോർ ടു ഡോർ മുട്ടി നിൽക്കുന്ന സ്തോത്രം. ഞാൻ അടുത്ത് ഇന്നലത്തെ കോട്ടേജ് മീറ്റിങ്ങിന് എനിക്ക് എത്താൻ പറ്റത്തില്ല. ഞാൻ വിഷമിച്ചു. എന്തെങ്കിലും മാർഗമുണ്ടോ, എന്തെങ്കിലും ക്രമീകരണം ചെയ്യാൻ പറ്റുമോ? ഞാൻ സാജുബാനെ വിളിച്ച്, ഭായി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വലിയ. ഏതായാലും അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചു. ഞാൻ പറയാൻ വന്ന വിഷയം, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമ്മെ നടത്തുമ്പോൾ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയെ രാത്രി ഒന്ന് ഓർക്കണം. സ്തോത്രം. നിന്റെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നാം നമ്മെ തന്നെ കെയർ ചെയ്തത് കൊണ്ടല്ല, ദൈവം നമ്മെ സൂക്ഷിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും രാത്രിയിൽ ഒന്ന് ചിന്തിക്കണം, നാം എത്രത്തോളം സുരക്ഷിതരായിരുന്നു എന്നുള്ളത്. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാചകമുണ്ട്, നമുക്കൊന്ന് വായിക്കാം. 63-ാം സങ്കീർത്തനം, അതിന്റെ 3-ാമത്തെ വാക്യം. Psalms 63 verse 3. നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാ, നിന്റെ ജീവൻ, നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാ എന്ന് പറഞ്ഞ് ഞാൻ അർഹത എന്താ പറഞ്ഞ എനിക്ക് ലഭിക്കുന്ന ആ ദയുണ്ടല്ലോ, അതെനിക്ക് ജീവനേക്കാൾ നല്ലതാ. ഞാൻ യോഗ്യനല്ല ദൈവത്തിൽ നിന്ന് ദയ അനുഭവിക്കുവാൻ. ഞാൻ കുറ്റക്കാരനാ. സ്തോത്രം. ഞാൻ തെറ്റുകൾ ചെയ്തവനാ. ദൈവം എന്നെ നടത്തുകയാ. അത് ജീവനേക്കാൾ. ദൈവമക്കളെ, അത് ഓരോ ദിവസവും പ്രാപിക്കണം. പ്രഭാതത്തിൽ ഓരോ ദിവസവും പ്രാപിക്കണം. നിന്റെ ദയയാൽ എന്നെ നടത്തി പാലിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്നിട്ടോ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, യാക്കോബിന്റെ സന്തതികളെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാണെന്ന്. ആമേൻ. അപ്പോൾ നമ്മെ മുടിച്ചു കളയുവാൻ, നമ്മില്ലായ്മ ചെയ്യുവാൻ, നമ്മെ തകർച്ചു കളയുവാൻ നാം പോലും അറിയാതെ പിശാച് നമ്മുടെ പുറകെ കൂടിയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അവയെല്ലാം നാം പോലും അറിയാതെ തകർത്തു കളയുന്ന ഒരു ദൈവത്തിന് വിശ്വസ്തതയുണ്ട്. ഒരു ഉപകാരവും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ ഉപകാരം അറിയുന്നത് എപ്പോഴാണെന്ന് അറിയാവോ? നാട്ടിലൊരു അച്ഛനുണ്ട്. അച്ഛൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, ICU കയറുമ്പോൾ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് അല്ല, അതവിടെ അതിൻ്റെ പേരാ. പക്ഷേ ICU, ആ ഓക്സിജൻ മാസ്കും കൊടുത്ത് ഡോക്ടർമാരെല്ലാം കൂടെ നെഞ്ചത്ത് കയറിയിരുന്നു അല്ലേ? നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യാതെ വരുമ്പോൾ അവരെല്ലാം കൂടെ നെഞ്ചത്തിട്ട് ഇടിക്കുമ്പോഴാ ഞാൻ എന്ത് ചെയ്യുന്നത്? ICU, ഞാൻ നിന്നെ കണ്ടു കർത്താവ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്കറിയുന്നത് അല്ലേ, ആ ഓക്സിജൻ മാസ്ക് ഒക്കെ ലഭിച്ച് അവർ കുറെ ക്രമീകരണമൊക്കെ ചെയ്ത് ജീവനോട് പുറത്തേക്ക് വന്ന്, മക്കളെ ഡിസ്ചാർജ് ആയോ? ആ ഡിസ്ചാർജ് ആയി പപ്പ, എന്നാ പിന്നെ പോകാം. ഇല്ല, ഒരു ഇവിടത്തെല്ലാം ബില്ല് കൊടുക്കണം. എന്തിനാ? ആ സിലിണ്ടറിനകത്തിരുന്ന സാധനം അടിച്ചില്ലയോ, അതിന്റെ ബില്ല് എത്രയാ? 3,75,000 രൂപ. അത്യാവശ്യം ഹാർട്ടുള്ളവനാണെങ്കിൽ അവൻ അതോടുകൂടെ താഴെ പോകും. കാര്യം എന്താ? ഇതുവരെയും നാം ശ്വസിച്ച ഓക്സിജന് ഒരു സിംഗിൾ പെൻ നമ്മൾ കൊടുത്തിട്ടില്ല. സ്തോത്രം. ഒരു നയ പൈസ നാം കൊടുക്കാതിരിക്കെ, ഹല്ലേലൂയ, വേണ്ടുവോളം നാം അത് ശ്വസിക്കുന്നു. അത് ഹല്ലേലൂയ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒരു നന്ദി കരറ്റുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഒരു പരാജയമാ. അതുകൊണ്ട് ദൈവത്തിന്റെ ദയയെ നമുക്ക് ഓർക്കാം. എന്നിട്ട് പറയുകയാണ്, അവന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നതും. ദൈവത്തിന്റെ വിശ്വസ്തതയാ ഇവിടെ ഇരിക്കുന്നത്. ഇന്നലത്തെ മഴ നമ്മളെല്ലാവരും അനുഭവിച്ചവരാ. പേടിച്ചുപോയി. മിനിഞ്ഞാന്ന് രാത്രി 11:40 മഴ തുടങ്ങി. ഞാൻ ഓഫീസിൽ ഇങ്ങനെ കോട്ടേജ് മീറ്റിങ്ങിനുള്ള സന്ദേശം തയ്യാറായിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സൗണ്ട് കേട്ട് നോക്കുമ്പോൾ നല്ല മഴ. ആ മഴ പെയ്തുകൊണ്ടേയിരിക്കുക. 1:15 ഞാൻ കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോഴും
ആ മഴ അങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുക. വാർത്തകൾ വന്നു, മതിലിടിഞ്ഞു വീണ് ഡൽഹിയിൽ കനത്ത മഴ, വൻ നാശനഷ്ടം, മതിലിടിഞ്ഞു വീണ 7 പേര് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പറഞ്ഞതിൻ്റെ സാരം, നാം പാർത്ത നമ്മുടെ പട്ടണത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരുന്ന ആ പ്രയാസങ്ങളുടെ നടുവില പലരുടെയും ജീവൻ അപഹരിക്കപ്പെട്ടത്. സ്തോത്രം. നമ്മയൊക്കെ ആരോഗ്യത്തോടെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യും. നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് നന്ദി കരറ്റാം. നാം ഇങ്ങനെ ഇരിക്കേണ്ടുന്നവരല്ല. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുകയാണ്, അവന്റെ വിശ്വസ്തതയെ വർണ്ണിക്കുന്നത് നല്ലത്. സ്തോത്രം. വായിക്കാം നമുക്ക് 1 Kings chapter 8 verse 56. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 56-ാമത്തെ വാക്യം. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ. മതി. താൻ വാഗ്ദാനം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ വാഗ്ദത്തം ചെയ്യുക മാത്രമല്ല, വാഗ്ദത്തം ചെയ്യുന്നുവെങ്കിൽ അതിൽ അവൻ വിശ്വസ്തൻ കൂടെയാണ്. അങ്ങനെ തന്നെ അവൻ നിവർത്തിക്കുക ചെയ്യും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളൊക്കെ ഒരുപാട് മാനുഷിക വാഗ്ദത്തങ്ങൾ കേട്ടിട്ടുള്ളതാ അല്ലേ? എനിക്കൊന്നും ഏറ്റവും കൂടുതൽ വാഗ്ദത്തം കേൾക്കുന്ന ഒരു കൂട്ടം പാസ്റ്റർമാരാണ്. വിശ്വാസികൾക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഗൾഫിലൊക്കെ ജോലി കിട്ടി കഴിയുമ്പോൾ, പാസ്റ്റങ്ങളെ ഞാൻ ഒന്ന് ചെന്ന് സെറ്റാകട്ടോ, നമുക്ക് കാണാം. അത് തന്നെ കാണല്. പിന്നെ ഞാൻ പറഞ്ഞ മനസ്സിലായോ? 22 വർഷത്തിന് മുമ്പ് ഒരു യവനക്കാരനെ പ്രാർത്ഥിച്ചു വിട്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ആ പാസ്റ്റങ്ങളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാനായിട്ട് ആരെയെങ്കിലും കൊണ്ടുപോകുമെങ്കിൽ അതാദ്യം വരുന്ന പാസ്റ്റങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അവൻ അന്ന് മറന്നു കാണും ആ കാര്യം. ഇന്ന് വരെ ഒരിക്കൽ അവൻ്റെ ഒരു വീട്ടിൽ മരണമുണ്ടായപ്പോൾ എന്നെ ഒന്ന് വിളിച്ചായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റങ്ങൾ അറിഞ്ഞോ മരണമുണ്ടായി? ഞാൻ പറഞ്ഞു, മോനെ അറിഞ്ഞു, ഞാൻ ആ വീട്ടിൽ വിളിച്ചായിരുന്നു എന്നൊക്കെ ഞാൻ പറയുവാനിടയായി തോന്നുന്നു. ഞാൻ പറഞ്ഞത്, മാനുഷികമായ വാഗ്ദത്തങ്ങൾ ഇത്രേ ഉള്ളൂ, പക്ഷെ നമ്മുടെ ദൈവം അതല്ല. എന്താ വാക്യം വായിച്ചത്? 56-ാമത്തെ വാക്യം. താൻ വാഗ്ദത്തം ചെയ്തതുപോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രായേലിന് സ്വസ്ഥത നൽകിയിരിക്കുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. അവൻ തന്റെ ദാസനായ മോശെ മുഖാന്തരം അരുളി ചെയ്ത അവന്റെ നല്ല വാഗ്ദാനങ്ങളിൽ എല്ലാറ്റിലും വച്ച് ഒന്നെങ്കിലും. എത്ര വിശ്വസ്തനാണല്ലേ! അവൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് ഒന്നുപോലും എന്തായിട്ടില്ല, നിഷ്ഫലമായിട്ടില്ല, ഫലം കാണാതെ പോയിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം മാനുഷിക വാഗ്ദത്തങ്ങളെ കാതോർത്തിരിക്കുന്ന, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ദൈവ പൈതലെ, അതിനോട് വിട പറഞ്ഞിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഈ ദിവസങ്ങളിൽ മുറുകെ പിടിക്കുക. കാരണം എന്താണെന്നറിയാമോ? അവൻ വിശ്വസ്തനായ ദൈവമാണ്. നമ്മൾക്ക് ഇവിടെ ഇരിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയാ. ഇവിടെ ആക്കിയിരിക്കുന്നത് ദൈവത്തിന് അർഹതയുള്ള ഒരിടത്തും നാം എത്തിയിട്ടില്ല. പക്ഷെ ദൈവത്തിന്റെ വിശ്വസ്തത കൊണ്ട് നാം എത്തിച്ചേർന്നത് ആ സ്ഥലം. ഞങ്ങളോട് ഒരിക്കൽ പറഞ്ഞല്ലോ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ മരപ്പണി ചെയ്യുന്ന കാർപ്പൻ്റർ, മരപ്പണി എന്നൊക്കെ പറയുമ്പോൾ മലയാളമായി പോയി, ഇച്ചിരി വെയിറ്റിന് കാർപ്പൻ്റർ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഇഷ്ടം. കാർപ്പൻ്റർ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കൊച്ചുപൈൻ എന്ന് പറഞ്ഞാൽ തടിയെടുക്കുക, പിന്നെ ഈ ചിന്തയിലിടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കൊച്ചിനെ നോക്കി ഒരിക്കൽ ഒരു ദേവദാസൻ പറഞ്ഞു, മോനെ രാജകൊട്ടാരത്തിൽ നിനക്ക് വാസമുണ്ടല്ലോ, ദൈവം നിന്നെ അങ്ങനെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവനീ തടിപ്പണിയാ, ഒരു വിദ്യാഭ്യാസവും ഇല്ല, ഇവന് രാജകൊട്ടാരത്തിൽ എങ്ങനെയാ ജോലി കിട്ടുക? ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, എനിക്കറിയാം. കുഞ്ഞുങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇവന് ജോലി ഇവിടെ ചെയ്തു. അവസാനം ഇവിടെ നിന്ന് ഒരു കൂട്ടം കാർപ്പൻറ്റേഴ്സ് സൗദി അറേബ്യയിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ടീമിന് ജോലി രാജകൊട്ടാരത്തിൽ
ജോലി കിട്ടി. മീൻസ് അവിടുത്തെ കുറച്ച് മെയിൻ്റനൻസ് വർക്കിന് വേണ്ടി അവരെ കൊണ്ടുപോയി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ രാജാവിൻ്റെ മകൻ, കൊച്ചുമകൻ, അവൻ ആഹാരമൊന്നും കഴിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ദിവസവും ഗ്ലൂമിയായി വളരെ പ്രയാസപ്പെട്ട് ഒരുപാട് മെഡിസിനും ഒരുപാട് ഡോക്ടേഴ്സെയും കാണിച്ച് ഇവർ നിൽക്കുന്ന സമയത്തും ഈ വാക്തത്വം പറഞ്ഞ ആ പയ്യൻ ഒരു ദിവസം ഈ കൊച്ചിനെ നോക്കി ചുമ്മാ എന്തോ കോഷ്ടി കാണിച്ചു. അവൻ ചിരിച്ചു. ഇവൻ ചിരിച്ചു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നവർ പറഞ്ഞു, ഇവൻ എന്തോ കാണിച്ചപ്പോൾ ചിരിച്ചു എന്ന് പറഞ്ഞു. അവനകത്തോട്ട് വിളിച്ചു, നീ എന്തോ കാണിച്ച്? എന്നിട്ട് പിന്നോടുള്ള കാര്യം ഞാൻ ചുരുക്കം പറയാം. അവനോട് പറഞ്ഞു, നീ കാർപ്പൻ്റർ പണി ചെയ്യണം, നീ ഇവിടെ താമസിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഈ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കി, വേറെ ഒന്നുമല്ല, ഈ കൊച്ചിനെ ചിരിപ്പിച്ചുകൊണ്ട് നടന്നാൽ മതി. വാസം എവിടെയായി? ജോലിയല്ല കർത്താവ് പറഞ്ഞത്, നീ രാജകൊട്ടാരത്തിൽ വസിക്കുമെന്ന് പറഞ്ഞില്ല. അവൻ അവിടെ ഒരു റൂം കൊടുത്ത്, AC റൂം കൊടുത്ത് സുഭിക്ഷമായി ഈ കുഞ്ഞു പോകുന്നിടത്തെല്ലാം ഇവനുമായിട്ട് നടക്കുക. സ്തോത്രം. അവർ തമ്മിലാ ദോസ്തി. മറ്റു കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ആയമാരുണ്ട്. എന്നാൽ ഇവന് ഈ കുഞ്ഞിനെ വിഷമം വരാതെ നോക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം മാത്രം. ഞാൻ പറഞ്ഞതിൻ്റെ സാരം, വാഗ്ദത്തം ചെയ്ത ദൈവമാണോ അത് നിവർത്തിക്കും. മാനുഷിക വാക്കുകളിലല്ല നാം പോകേണ്ടത്. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, മറിയ ഹല്ലേലൂയ ശിഷ്യന്മാരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്താൽ മതി. നിവർത്തിപ്പാൻ നമ്മുടെ ദൈവശക്തനാസ്ത. താൻ അരുളി ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളിൽ ഒന്നുപോലും നിഷ്ഫലമായി പോയിട്ടില്ല. അവൻ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് ഇഷ്ടം. അതുകൊണ്ട് ഹല്ലേലൂയ, അവന്റെ പ്രവൃത്തിയെ നമുക്ക് ഓർക്കാം. ദൈവത്തിന് സ്തോത്രം. 36-ാം സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം കൂടി വായിക്കാം. Psalms 36:5. ദുഷ്ടന് തന്റെ ഹൃദയത്തിൽ പാപദേശമുണ്ട്, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. 36:5. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. യഹോവേ, നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും എത്തുന്നു. ദൈവത്തിന്റെ വിശ്വസ്തതയെ നോക്ക്. അത് തീർന്നു പോകുന്നതല്ല, അത് തീർന്നു പോകത്തില്ല. നമുക്ക് അത് വേണ്ടുവോളം തരുവാൻ അവന്റെ പക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെയൊക്കെ വിശ്വസ്തതയാ തീർന്നു പോകുന്നത്. ആരംഭത്തിലൊക്കെ ആ പുള്ളി ഭയങ്കര വിശ്വസ്തനായിരുന്നു. പിന്നെ 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 എന്തായി മാറി? അവിശ്വസ്തരായി മാറി. നമ്മളെ പലപ്പോഴും നമ്മളൊക്കെ ആ രീതിയിൽപ്പെട്ടവരാണ്. ഞാൻ ഉദാഹരണമായി പറഞ്ഞു, നമുക്ക് ദശാംശമൊക്കെയാണല്ലോ നാം ദൈവത്തിന് വേണ്ടി കൂടുതൽ കൊടുക്കേണ്ടത്. ഒരു 10,000 രൂപ സാലറിയൊക്കെ കിട്ടുമ്പോൾ 1000 രൂപ എന്ത് ചെയ്യും? വിശ്വസ്തയോടെ മാറ്റിവെക്കും. 20,000 ആകുമ്പോൾ അത് 1500 ആകും. സമയം മുൻപോട്ട് കടന്നു പോകുന്നല്ലോ. ഞാൻ വേഗത്തിൽ ഹല്ലേലൂയ ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം വായിച്ചതായ ആ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിന്റെ 5-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ. നാം ഒന്ന് നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ഈ പട്ടണത്തിൽ വന്ന് ഈ നന്മകളൊക്കെ അനുഭവിക്കുന്നത് യഹോവയുടെ പ്രവൃത്തികൾ വലിയവ ആയതുകൊണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഇരുന്ന് ചിന്തിക്കും, ബാബു അച്ചാൻ റിട്ടയർമെന്റ് കഴിഞ്ഞ്, ജേക്കബ് അച്ചാൻ റിട്ടയർമെന്റ് കഴിഞ്ഞത്, ജോൺ കുഞ്ഞുഞ്ഞാൻ റിട്ടയർമെന്റ് കഴിഞ്ഞതാ, ടോമിച്ചാൻ റിട്ടയർമെന്റ് കഴിഞ്ഞതാ. എന്നിട്ടും ദൈവം എന്ത് ചെയ്യുക? ജേക്കബ് അച്ചാൻ ലീവ് പോലും കൊടുക്കണം. മക്കളുടെ അടുത്ത് പോകാനെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ കരഞ്ഞു പിടിച്ചൊക്കെ ഒരു 2 മാസം മേടിച്ചെടുത്തതാ അച്ഛൻ. അവർക്ക് വേണമെന്നേ ദൈവം നടത്തിയല്ലേ. ടോമിച്ചൻ കഴിഞ്ഞ വർഷം പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അച്ഛൻ്റെ വയസ്സെത്ര ഇപ്പോഴും നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എന്നാലും ഓടിക്കൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ പൊളിച്ചാൻ അങ്ങോട്ട് കുറവാണോ? പൊളിച്ചാൻ എന്നെ ഉപേക്ഷിച്ചത്, പക്ഷെ അവരിതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ ദൈവം വിശ്വസ്തനാന്നേ. നമ്മുടെ ദൈവം വിശ്വസ്തനാ. അവന്റെ പ്രവൃത്തികൾ വലിയവയാ. സ്തോത്രം. ഇതൊക്കെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ, കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ? നമ്മെക്കാൾ മിടുക്കന്മാര് ജോലിയില്ലാതെ തന്നെ നടക്കുക.
എങ്ങനെയെങ്കിലും ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്ന് പറഞ്ഞോ അവർ കാത്തിരിക്കുമ്പോഴാ നമ്മളൊക്കെ ഹല്ലേലൂയ ദൈവം ഇങ്ങനെ നടത്തുന്നത്. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു ഇരിക്കും. സ്തോത്രം. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഇടയിലെല്ലാം കയറി വന്നിരിക്കുന്ന ഒരു തെറ്റായ ഒരാശയം അതിന് മുമ്പിലത്തെ വാക്യത്തിൽ കിടക്കുന്നുണ്ട്. 12-ാം വാക്യത്തിൽ നീതിമാൻ പന പോലെ തഴയ്ക്കും, ലബാനോനിലെ ദേവദാരു പോലെ വളരും. നമ്മളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാ? കർത്താവിന് പോലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കർത്താവ് നീതിമാന്മാരെ എന്ത് ചെയ്യുന്നു? പന പോലെ തഴക്കുമാറാക്കും. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ദുഷ്ടനെ നന്മ കണ്ടു കഴിയുമ്പോൾ പറയും, അല്ലെങ്കിൽ വചനം പറയുന്നുണ്ട് ദുഷ്ടൻ. ബൈബിളിൽ ഇല്ലാത്ത കാര്യം വെച്ച് അവർക്ക് അങ്ങ് നന്മ കൊടുക്കുക. നമ്മൾ നീതിമാന്മാരെയാണ് അവൻ അനുഗ്രഹിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാ അവരെന്ത് ചെയ്യുന്നത്? വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. 73-ാമത്തെ വയസ്സിലും ഈ ഐസക്കച്ചാൻ ഓടുന്ന ഓട്ടം കാണുമ്പോൾ അല്പമല്ലാത്ത കുശുമ്പം നമുക്കൊക്കെ തോന്നാറുണ്ട്. പല പ്രാവശ്യം നാട്ടിൽ വെച്ച പല ആവശ്യങ്ങൾക്ക് വരുമ്പോൾ ഞാനിവിടെ സാമ്പാസ് വിളിച്ചിട്ട് പറയും, ഐസക്കങ്ങൾ അവിടെ ഉണ്ട്, പെട്ടെന്ന് വിളിച്ചു പറ, ഒരു റീത്ത് കൊണ്ട് വെക്കാനായിട്ട്, അല്ല അവിടെ ചെന്നിട്ട് ഒരു ആശംസ പറയാൻ, ഒരു അനുശോചനം പറയാൻ, സ്റ്റേറ്റിൻ്റെ പേരിലും. ആ കൊച്ചു പിള്ളേർ പോകുന്ന പോലും ഒരു മടിയും കൂടാതെ രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോവുക. ഇവിടെ അരിവുള്ളവർ വിളിക്കുമ്പോൾ എഴുന്നേക്കാൻ വേണ്ടി കുറേ നേരമായി ട്രൈ ചെയ്യുന്ന, പറ്റുന്നില്ലെന്നാ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനം പറയുന്നു അവർ വാർദ്ധക്യത്തിലും ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവമേ നമ്മെ അവസാനം വരെ, നമ്മുടെ അവസാന ശ്വാസം പോകുന്നത് വരെ കർത്താവെ നമ്മുടെ കൂടെ കാണത്തുള്ളന്നേ. ആ കർത്താവിനെ വിട്ടു പിരിയാതിരിപ്പാൻ പത്രോസ് പറയുന്നത് പോലെ നിത്യജീവന്റെ മൊഴി നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയാ പോകേണ്ടേ? സ്തോത്രം. അർഹതയില്ലാത്ത ഒരുപാട് നന്മകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ കർത്താവ് ഇതുവരെയും നമുക്ക് നൽകിയില്ലേ? നമുക്ക് അവന്റെ വിശ്വസ്തതയെ ഓർക്കാം, അവന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവൻ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ തോറും അവന്റെ ദയയെയും രാത്രി തോറും അവന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നതും ദൈവമക്കൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ നയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ ഹല്ലേലൂയ വാർദ്ധക്യത്തിലും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു വാർദ്ധക്യം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും ദൈവസ്ഥയിൽ എഴുന്നേറ്റ് നിന്നാണ്. My all, He is my everything, both great and small. He gave His life for me, made everything new. yes, He is my everything. How about you? Like honey in the rock, sweet honey in the rock. For He tastes like honey in the rock. Oh, taste and see that the Lord is good. For He tastes like honey in the rock. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രകൃതിയുടെ കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കുള്ള ആഗമനങ്ങളിലെല്ലാം
കർത്താവിൻ്റെ കൃപയും പരിപാലനവും സൂക്ഷിപ്പും കാവലും കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് അവരെ വഴി നടത്തി പരിപാലിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്കും ദൈവസഭയ്ക്കും പഠിക്കുന്ന സ്ഥാപനത്തിനും നമ്മുടെ കുഞ്ഞുങ്ങളൊരു അനുഗ്രഹമാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുന്നവർ അവരുടെ സൗമ്യതയെ കണ്ട് അവരിൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപയെ കണ്ട് യേശുവിനെ അറിയുവാൻ കാരണമാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ പൊളിച്ചെന്ന് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൈതങ്ങളെ ഒരുമിച്ച് തിരുസന്നിധിയിൽ കടന്നു വരുന്നതിന് നീ സഹായിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പൈതങ്ങളെ ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ അനുഗ്രഹിക്കണമേ. അവർ കടന്നു പോകുന്ന ഇടങ്ങളിൽ അവരായിരിക്കുന്ന സ്ഥലത്തെല്ലാം നീ അവരെ അനുഗ്രഹിച്ച് ദൈവമേ ദേശത്തിനും ഭവനത്തിനും ദൈവമേ ഹല്ലേലൂയ സഭയ്ക്കും അനുഗ്രഹിക്കപ്പെട്ട പൈതങ്ങളായി വളരെ അവരെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് പ്രതികൂല കാലാവസ്ഥയിൽ യാത്ര ചെയ്യുമ്പോൾ സ്കൂളിലേക്ക് എല്ലാം കടന്നു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ദൈവമേ ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ബലത്തോടെ നീ അവരെ കാത്തുകൊള്ളണമേ എന്നടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. അവരെ കാണുന്നവരും അവർ കാണുന്നവരും ദൈവമേ അനുഗ്രഹിക്കപ്പെടുന്നതിന് ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നതിന് നീ സഹായിക്കണമേ എന്നടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയം ദൈവം ദേശത്തും വിദേശത്തും പല സ്ഥലങ്ങളിലും ആയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെല്ലാം ദൈവങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ അവരും ആയിരിക്കുന്ന സ്ഥലത്ത് അവരെ നീ ക്ഷേമത്തോടെ സൂക്ഷിക്കണമേ, കൃപയിൽ പൊതിയണമേ എന്നടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. അല്പസമയം ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. मैं जो पहले मुर्दा था तूने डाली मुझ में जान, तेरा प्यार है महान, तेरा प्यार है महान। मैं जो पहले मुर्दा था तूने डाली मुझ पे जान, क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलूं फिर मैं तेरी जय जयकार, जय जयकार, जय जयकार। जय जयकार, जय जयकार, तूने मेरे लिए क्या कुछ न किया। मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा था तुझसे ताकि आए हरियाली। मेरी सूरत बिगड़ी थी, मेरा दिल था खाली, तूने सींचा था तुझसे ताकि आए हरियाली। क्यों ना बोलो फिर मैं तेरी जय जयकार, क्यों ना बोलो फिर मैं तेरी जय जयकार, जय जयकार, जय जयकार, तूने मेरे लिए क्या कुछ ना किया। जय जयकार, जय जयकार, तूने मेरे लिए क्या कुछ ना किया। आई जीवन में खुशी आई अपनी जिंदगी, तूने जिंदा शाफिया तूने ये किया। आई जीवन में खुशी आई अपनी जिंदगी, तूने जिंदा शाफिया तूने ये किया। तू ना बोलो फिर मैं तेरी
ആശ്വസിപ്പിച്ച് വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കാവലും നമ്മോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും തുടർന്ന് നടക്കുന്നതായ സെൻഡ് ഓഫ് മീറ്റിംഗിനോടും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവൊരുയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.